ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് രാഹുൽ. ഗായ്സ്, ഞാനിന്ന് ഇൻഫോസിസ് ട്രിവാൻഡ്രം ക്യാമ്പസിലെ ബാക്കിയുള്ള സെക്ഷൻസും കൂടെ കാണിക്കാനായി പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഒരുപാട് പേര് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു ഗായ്സ്. സോ ഞാൻ വിചാരിച്ചു ക്യാമ്പസിലുള്ള ബാക്കി ഭാഗങ്ങളൂടെ കാണിച്ചു തരാമെന്ന്. ഇന്നത്തെ ഒരു ഈവനിങ്ങാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. വർക്ക് കഴിഞ്ഞ് ഞാൻ ഒരു കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫുഡ് കോർട്ടിലോട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ ഫുഡ് കോർട്ട്. വൈകുന്നേരമായപ്പോഴത്തേക്കും വെയിലെല്ലാം താഴ്ന്ന് പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് കയറി. ഇവിടെ എല്ലാം സെൻസർ ഗ്ലാസ് ആണ്. നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തുറക്കും. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഇൻഫോസിസ് ട്രിവാൻഡ്രം ക്യാമ്പസിൻ്റെ ഫുഡ് കോർട്ട്. അതിവിശാലമായ വലിയൊരു ഫുഡ് കോർട്ടാണ്. ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ലഞ്ച് ടൈമിൽ എല്ലാവരും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. നമുക്ക് മുകളിൽ പോയി കോൾഡ് കോഫി കുടിക്കാം. മുകളിലാണ് കോൾഡ് കോഫി ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ ഫുഡ് കോർട്ടിൻ്റെ. സെക്കൻഡ് ഫ്ലോറിൽ ജിമ്മ്, എയറോബിക്സ് റൂം, ടേബിൾ ടെന്നീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അവിടെ ആർക്കോ കൊടുക്കാൻ വെച്ച കുറച്ച് ട്രോഫീസ് ഇരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫുഡ് കോർട്ട്. ഒരു ചേട്ടൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ തനിനാടൻ റെസ്റ്റോറൻറ്റും മദ്രാസ് കഫേയും. മദ്രാസ് കഫേ എന്നാണ് ഞാനെന്നും ദോശ കഴിക്കാറുള്ളത്. രാവിലെ ഞാൻ ദോശ കഴിച്ചായിരുന്നു. അടിപൊളി പ്ലെയിൻ മസാല ദോശയാണ് ഇവിടെ ഉള്ളത്. ലഞ്ച് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് ഫുഡ് കഴിക്കാൻ. ഞാൻ നോൺ വെജ് മീലാണ് ഇന്ന് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലഞ്ച് ടൈമിലുള്ള ഒരു വ്യൂ ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇവിടെ വന്നൊരു കോൾഡ് കോഫി കുടിച്ചു. ഇതാണ് മെനു. MDP കോഫി ഹൗസ്. ഇവിടെ നിന്ന് ഞാനൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്ത് നൈസായിട്ട് ഒരു സ്ഥലത്തോട്ട് മാറിയിരുന്നു കോൾഡ് കോഫി കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കോൾഡ് കോഫിയൊക്കെ കുടിച്ച് റിഫ്രഷ് ആയിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ മടിയായി ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന STB4 ബിൽഡിംഗ്. ഇവിടെ നമുക്ക് നല്ലൊരു വോൾ ആർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാനങ്ങനെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്കൻഡ് ഫ്ലോറിൽ ജിമ്മും എയറോബിക്സ് യോഗ പെർഫോമൻസ് റൂം എല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണാം. ലിഫ്റ്റ് ഇറങ്ങി വരുന്നിടത്തായി നമുക്കൊരു ATM കൗണ്ടർ കാണാം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നിടത്താണ് ഞങ്ങളുടെ മെഡിക്കൽ റൂം കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന കുടകളൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം ഗൈസ്. എന്നിട്ട് എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് തിരിച്ചുകൊണ്ട് വെക്കാവുന്നതാണ്. ഫുഡ് കോർട്ടിൻ്റെ എൻട്രി പോയിൻറ്റിൽ തന്നെയാണ് മെഡിക്കൽ റൂം. ഇവിടെ നമുക്ക് നല്ലൊരു വോളാട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ മെഡിക്കൽ സെൻറ്റർ. പണിയെടുത്ത് വയ്യാണ്ടായി അവിടെ ചെന്ന് ചികിത്സ തേടാം. അങ്ങനെ ഞാൻ നേരെ കാർ പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്കായിട്ട് നമുക്ക് ഒരു ട്രഡീഷണൽ വീട് കാണാം ഗൈസ്. ഇതാണ് STB3 ബിൽഡിംഗ്. ഇതാണ് ഞങ്ങളുടെ ആർട്ട് മ്യൂസിയം. ഇതിനകത്ത് ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. എന്നും ഇത് ഓപ്പൺ ആക്കാറില്ല. ഓപ്പൺ ആക്കുന്ന ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നല്ലൊരു ആംബിയൻസ് ആൻഡ് വൈബുള്ളൊരു പ്ലേസാണ് ഗൈസ്. ഞാൻ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. അതാണ് ഞങ്ങളുടെ എൻട്രി പോയിൻറ്റ്. അവിടെ നിന്ന് കയറി വരുന്നിടത്ത് നിങ്ങൾക്ക് നല്ലൊരു ഡോൾഫിൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റും. ഇതാണ് STB3 ബിൽഡിംഗ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗ്രാസ് ഹൗസ് ഡിസൈൻ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഗ്രാസ് ഹൗസ് കൊണ്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ കാണാൻ പറ്റുന്നത്. അതിമനോഹരമായൊരു ഡിസൈനാണ് ഗൈസ് ഇത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡിങ്ങിനെ കുറച്ചും കൂടി
ഭംഗിയാക്കുന്നുണ്ട് ഈ വ്യൂ. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. മഴ പെയ്യുമ്പോഴാണ് ഇവിടെ കാണാൻ കൂടുതലും അടിപൊളിയായിട്ടുള്ളത്. ഒരു ദിവസം മഴ പെയ്യുന്ന ദിവസം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമ്പസാണ് ഗൈസ്. നല്ല കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും ഇവിടെ. അത് കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്ക് നമുക്ക് സൈൻ ഔട്ട് ചെയ്യുന്ന ബിൽഡിംഗ് കാണാം. ഇതാണ് മെയിൻ എൻട്രി പോയിൻറ്റ്. ഇവിടെ നിന്നാണ് സ്വൈപ്പിങ് ചെയ്ത് നമ്മൾ ഓഫീസിനകത്തോട്ട് കയറുന്നത് രാവിലെ. ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആണ് ഗൈസ്. മുകളിൽ ഇൻഫോസിസ് എന്ന് എഴുതിക്കുന്നത് കാണാം. അവിടെ ഒരു ടൈം ക്ലോക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ബാഗ് സ്കാനിങ് ഉണ്ട്. ഇവിടെ ബാഗ് സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് സ്വൈപ്പ് ഔട്ട് ചെയ്യാം. ഞാനവിടെ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി സ്കാനിങ് ഉണ്ട് ഗൈസ്. അങ്ങനെ ബാഗ് എടുത്ത് ഞാൻ നേരെ ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ റൈറ്റ് സൈഡിലുള്ള ലിഫ്റ്റിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ATM കൗണ്ടർ നമുക്ക് കാണാം. ഇവിടെ അതിമനോഹരമായ ഒരു ബോട്ട് റേസിൻ്റെ പിക്കും നമുക്കൊരു റെസ്റ്റ് സ്പേസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലിഫ്റ്റിൻ്റെ അവിടെ നമുക്ക് നല്ലൊരു വോളാട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തെയ്യത്തിൻ്റെ കലാരൂപങ്ങളുടെ ഒരു വോളാട്ട് നമുക്ക് കാണാം. താഴെയാണ് 2 വീലർ പാർക്കിംഗ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഒരു പഴയ ബുള്ളോക്കാട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുവഴിയാണ് ഞാൻ വന്നത്. ഇനി നമുക്ക് ലിഫ്റ്റിൻ്റെ അടുത്തോട്ട് പോകാം. ഇവിടെ നമുക്ക് കഥകളിയുടെ ഒരു വോളാട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ATM കൗണ്ടർ ആൻഡ് റെസ്റ്റ് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതുവഴി നമുക്ക് സ്വൈപ്പ് ഔട്ട് ചെയ്ത് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് മനോഹരമായ ഒരു കഥകളി ആർട്ട് കാണാൻ പറ്റും. മോഹിനിയാട്ടം ഉണ്ട്. ഒരുപാട് വോൾ ആർട്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഈ വോൾസിനെ ഭയങ്കര ഭംഗിയാക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ലിഫ്റ്റിലോട്ട് കയറാം. അതിനു മുമ്പ് ഈ ഒരു വോൾ ആർട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് ലിഫ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ഫ്ലോറാണ് കാർ പാർക്കിംഗ് ഉള്ളത്. ഇവിടെ നിന്ന് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.